വിശുദ്ധിയുടെ സ്നേഹ സന്ദേശമാണല്ലോ ദൈവത്തിൻ്റെ വചനങ്ങൾ. നമ്മൾ അശുദ്ധരായി ജീവിക്കരുത്. നമ്മൾ എപ്പോഴും വിശുദ്ധിയിൽ മാത്രമേ ജീവിക്കാവൂ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ശുദ്ധി, വിശുദ്ധി, പരിശുദ്ധി, ആത്മശുദ്ധി ദൈവശക്തിയാണ്. അപ്പൊ നമ്മുടെ ശരീരം അശുദ്ധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. നമ്മുടെ വിചാരം പാപമാണെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. നമ്മുടെ പ്രവൃത്തി തിന്മ നിറഞ്ഞതാണെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ആയതിനാൽ നിങ്ങളുടെ മനസ്സാക്ഷിയെ കഴുകി വിശുദ്ധ വചനങ്ങൾ കൊണ്ട് നിർമ്മലമാക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് ഹൃദയം തുറന്നു കൊടുത്താൽ മാത്രമേ ദൈവം നമ്മളെ ശുദ്ധിയിലേക്ക് നയിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം ദേവാലയമാണ്. മനുഷ്യന്റെ ഹൃദയമാണ് ദൈവം വസിക്കുന്ന സ്ഥലം. പള്ളിയോ അമ്പലത്തിലോ ഒന്നും ആരും ഇരിപ്പില്ല, അതൊക്കെ കല്ലും മണ്ണുമാണ്. നമ്മുടെ ഹൃദയം, അതാണ് വിശുദ്ധ ദേവാലയം. പരിശുദ്ധ ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിതരായി നമ്മൾ ജീവിക്കുന്നതാണ് നമ്മുടെ ഹൃദയം. നമ്മുടെ ശരീരത്തെ നാം ഒരിക്കലും ദുർവാസനകൾക്ക് വിട്ടുകൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ശരീരം അശുദ്ധിയായി പോകും. അശുദ്ധ ശരീരത്ത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുകയില്ല. കാരണം നാം ശുദ്ധിയുള്ളവരല്ല. കഴുകി ശുദ്ധമാക്കുന്നതാണ് മനസ്സാക്ഷി. അത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളാണ്. എൻ്റെ കൽപ്പന പാലിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന വിശുദ്ധ പ്രമാണം സത്യമാണ്. മോശ വഴി ദൈവം സീനാമലയിൽ വെച്ച് തന്ന 10 പ്രമാണങ്ങൾ അത് മുഴുവനും പരിശുദ്ധമാണ്. ദൈവമാണ് ആ കൽപ്പനകൾ. ആ കൽപ്പനകളിൽ ഒന്ന് നമ്മൾ തെറ്റിക്കുമ്പോൾ നമ്മെ പാപം അടിമയാക്കി, നാം പാപത്തിന് അടിമയായി. നമ്മൾ കൽപ്പന ലംഘിക്കുമ്പോൾ പാപം നമ്മളെ അടിമയാക്കി, നമ്മൾ പാപത്തിന് അടിമയാക്കി. അതിനാൽ നാം പാപം ചെയ്യരുത്. കൊല്ലുന്നവൻ കൊലയാളിയാണ്. വ്യഭിചാരം ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തിനെതിരെ പാപം ചെയ്യുന്നു. മോഷ്ടിക്കുന്നവൻ മോഷ്ടാവാണ്. കള്ളം പറയുന്നവൻ നിർഭാർഗിയാണ്. കൊലപാതകം ചെയ്യുന്നവൻ രക്തം കൊണ്ട് കാല് കഴുകുന്നു. ഇങ്ങനെ ഹൃദയത്തെ സ്പർശിക്കുന്ന പാപങ്ങൾ നാം ഒരിക്കലും ചെയ്യരുത്. ചെയ്താൽ അതിന് ദൈവകോപം വരും. ആ കോപം നമുക്ക് താങ്ങാൻ സാധ്യമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അത് നമ്മളെ വേദനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹൃദയം കൊണ്ട് ഗ്രഹിക്കുക, അവിടുന്ന് പരിശുദ്ധനാണ്. 10,000 സൂര്യനേക്കാൾ ശോഭയുള്ള ദൈവത്തിന്റെ ശക്തി മനുഷ്യന്റെ ആത്മാവിൽ വന്ന് നിറയുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനായി. ആയതിനാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്. അത് നിങ്ങൾ പാപത്തിന് വിട്ടുകൊടുക്കരുത്. പാപത്തിൽ മരണം കുടിയിരിക്കുന്നു. ദൈവം സ്നേഹമായതുകൊണ്ട് മരണത്തെ ജയിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പാപം നിങ്ങളെ അടിമയാക്കാതിരിക്കുവാൻ നിങ്ങൾ സ്വതന്ത്രരായി ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവാശ്രയ ബോധമാണ് ഒരുവനെ രക്ഷയിലേക്ക് നയിക്കുന്നത്. അങ്ങയെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങൾക്ക് ഈ സമയം നൽകിയത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ പ്രഭാതത്തിലും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആരാധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ അവിടുന്ന് കഴുകി ശുദ്ധീകരിച്ച് ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ. അന്ധകാരം, ഇരുട്ട് ഞങ്ങളെ സ്പർശിക്കരുതേ. പാപം ഞങ്ങളുടെ മേൽ പതിക്കരുതേ. നന്മ ചെയ്തുകൊണ്ട് ഭൂമിയിലെ ജീവിതം ശാശ്വതമായ സമാധാനത്തിലൂടെ സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനത്തിന്റെ അരികിലെത്തുന്നതുവരെയും ഞങ്ങളെ ഈ ഭൂമിയിൽ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ. പാപത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഫാദർ, സൺ, ദ ഹോളി സ്പിരിറ്റ്. ദൈവം നിങ്ങളെ എല്ലാവരെയും എല്ലായ്പ്പോഴും ഈ ദേശത്തെയും ദേശത്ത് വസിക്കുന്ന സകലരെയും ദേശവാസികളെയും ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്നവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ഈ ദേശത്ത് വസിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. Father, the Son, the Holy Spirit. Amen. 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 Praise the Lord.